ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ആക്ച്വലി ഒരു OnePlusന്റെ 13R എന്ന് പറഞ്ഞൊരു ഫോൺ ഇപ്പോൾ ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ആമസോണിൽ നിന്ന്. ഇതെൻ്റെ ഞാൻ ആക്ച്വലി നമ്മുടെ മൂന്നാമത്തെ ഫോണായിട്ട് ഇടയ്ക്കിടയ്ക്ക് മാറ്റി ഉപയോഗിക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ വീഡിയോ പർപ്പസിനായിക്കോട്ടെ, അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റി വാങ്ങിക്കാറുണ്ട്. ഇപ്പോൾ പിക്സൽ ആയിക്കോട്ടെ, നമ്മൾ ഇതിന് മുമ്പ് എടുത്ത പിന്നെ എടുത്തിട്ടുണ്ടെന്ന് ഷോമി 14 ആയിക്കോട്ടെ, അതങ്ങനെ നമ്മൾ മാറി എടുക്കാറുണ്ട്. എൻ്റെ ആദ്യത്തെ രണ്ട് പ്രൈമറി ഫോൺസ്, അതായത് ഒരെണ്ണം ഓഫീസ് ഫോൺ എന്ന് പറഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ഫോൺ, അത് രണ്ടും ഞാൻ മാറ്റാറില്ല. അത് എൻ്റെ സാംസങ്ങും ഐഫോണും തന്നെയാണ്. അതിന് മൂന്നാമത്തെ ഫോണാണ്, അല്ലെങ്കിൽ 3 നമ്പറുകളുണ്ട്. അപ്പോൾ ഒരെണ്ണം ഓഫീസ് നമ്പറാണ്, അപ്പോൾ അത് മാറി നമ്മൾ ഇടാറുണ്ട്. പിന്നെ ഒരെണ്ണം നമ്മുടെ പേഴ്സണൽ നമ്പറാണ്, ഒരെണ്ണം നമ്മുടെ ബിസിനസ് നമ്പറാണ്. അപ്പോൾ അത് 3 നമ്പറുകളുണ്ട്. അപ്പോൾ അത് മൂന്നാമത്തെ നമ്പറിന് വേണ്ടി ഞാൻ അങ്ങനെ മാറ്റി ഫോൺ എടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി എടുത്ത ഒരു ഫോണാണ് നമ്മുടെ OnePlus 13R. നിങ്ങൾക്കറിയാം ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസ് വരുന്നത് 12 GB 256 GB വേരിയൻ്റ് ആണ്. ബ്ലാക്ക് കളർ മോഡലാണ്. നമുക്ക് ഇതിൽ ബിൽഡായിട്ട് തന്നെ വരുന്ന കേസാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇതിനെ സെപ്പറേറ്റ് ഇവരുടെ തന്നെ ഒരു സാൻഡ് സ്റ്റോൺ കേസ് ഒരു സാധനം ഉണ്ട്, ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇത് വാങ്ങിച്ചപ്പോൾ ഓഫർ ഉണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആക്ച്വലി OnePlusന്റെ Buds 3 എന്ന് പറഞ്ഞൊരു അതിന് 4500 രൂപയാണ് MRP വരുന്നത്. അത് നമുക്ക് ആക്ച്വലി 3400 രൂപയ്ക്ക് കിട്ടി. അങ്ങനെ നമുക്ക് ഓഫറിലായിട്ടും കിട്ടി. ഇതും നല്ല ഓഫറിൽ കിട്ടിയത്. എനിക്ക് ഓൾമോസ്റ്റ് ഒരു 30,000 റേഞ്ചിലാണ് നമുക്ക് ആക്ച്വലി ഞാൻ ഈ ഫോൺ വാങ്ങിച്ചത്. ആമസോണിലാണ് വാങ്ങിച്ചത്. ആമസോണിൽ ഞാൻ എക്സ്ചേഞ്ച് പ്രോഗ്രാം ഉണ്ടല്ലോ നമ്മുടെ അവരുടെ, അത് ഉപയോഗിച്ചിട്ടാണ് വാങ്ങിച്ചത്. എൻ്റെ ഒരു സാംസങ്ങിൻ്റെ പഴയ M സീരീസ് ഫോൺ ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 3-4 കൊല്ലമായ ഫോണാണ്. പഴയ അമ്മ ഉപയോഗിക്കുന്ന പഴയ ഫോണാണ്. 3 GB റാമൊക്കെ ഉള്ള സാധനമാണ് അത്. ഞാൻ ആക്ച്വലി ഇതിന് മുമ്പ് മോട്ടറോളയുടെ Edge 50 Pro ഉണ്ടല്ലോ, അത് ആക്ച്വലി ഞാൻ കടയിൽ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. പക്ഷേ അപ്ഡേറ്റ് ഇഷ്യൂ, പക്ഷേ അതിനിപ്പോൾ ആൻഡ്രോയിഡ് 15 അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അത് നമുക്ക് ഈ നമ്മുടെ ഈ എന്താ പറയുക, ഈ ഫോണായിട്ട് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഫ്ലിപ്കാർട്ടിൽ മാത്രമല്ല നമുക്ക് അറിയുള്ളൂ, മോട്ടോറോള ഒഫീഷ്യൽ ഫ്ലിപ്കാർട്ടാണ്. അത് ഞാൻ നോക്കിയപ്പോൾ അതിൽ നമുക്ക് 24-25 രൂപയ്ക്ക് നമുക്ക് എക്സ്ചേഞ്ച് പ്രൈസ് കഴിഞ്ഞിട്ട് 12 GB 256 GB വേരിയൻ്റ് മോട്ടോറോളയുടെ Edge 50 Pro കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അത്യാവശ്യം സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഫീലാണ്. നമ്മൾ മോട്ടോറോള മാത്രം ഇതായിട്ട് അടുത്തൊന്നും ഉപയോഗിച്ചിട്ടില്ല. ബാക്കി എല്ലാ ഫോണും നമ്മൾ മാറ്റി എടുക്കുവാറുണ്ട്. മോട്ടോറോള മാത്രം ഞാൻ അടുത്തൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മോട്ടോറോളയുടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചാൽ വേറെ പേജ് ഫ്ലിപ്കാർട്ടിൻ്റെ. അപ്പോൾ നമുക്കിപ്പോൾ ഞാൻ അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റീഫണ്ടും കാര്യങ്ങളൊക്കെ വന്നു കേട്ടോ. ഇതാ കണ്ടോ, അതിൻ്റെ ബ്രൈറ്റ്നസ് ഞാൻ കുറയ്ക്കാം. കണ്ടോ, ഫ്ലിപ്കാർട്ടിൻ്റെ പേജിൽ നമ്മൾ ആക്ച്വലി അത് ആകെ ഒരു കളർ മാത്രമേ ഇപ്പോൾ അവൈലബിൾ ഉള്ളൂ. അതൊക്കെ സ്റ്റോക്ക് ഔട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ഓർഡർ ചെയ്തിട്ട് പിന്നെ ഫ്ലിപ്കാർട്ട് ഇത് പേടി കാരണം ഞാൻ പിന്നെ അത് ക്യാൻസൽ ചെയ്തു. പിന്നെ ഞാൻ വിചാരിച്ചു മോട്ടോറോള നമുക്ക് റിലയൻസ് ഡീറ്റെയിലൊക്കെ മോട്ടോറോള അവൈലബിൾ ആണ്. അത് നോക്കുമ്പോൾ പക്ഷേ നമുക്ക് കുറേ എക്സ്ചേഞ്ച് ഇപ്പോൾ ഓഫറൊന്നും തരുന്നില്ല. അപ്പോൾ ഞാൻ വേണ്ട വെച്ചു. പിന്നെ ഞാൻ നോക്കിയപ്പോഴാണ് OnePlus 13R നോക്കിയപ്പോഴാണ് നമുക്ക് കിടിലൻ ഓഫർ ആമസോണിൽ കണ്ടതെന്ന് വെച്ചാൽ ഈ ഫോണിന് ആകെ നോർമൽ നമ്മൾ വാങ്ങിച്ച പ്രൈസ് എനിക്ക് തോന്നുന്നത് 13, 12, 14, 16 റേഞ്ചിലാണ് വാങ്ങിച്ചത്. എനിക്ക് ആക്ച്വലി ഇതിന് ഓഫർ പ്രൈസ് ആയിട്ട് എക്സ്ചേഞ്ച് പ്രൈസ് ആയിട്ട് 8500 രൂപീസ് ആ സാധനം കിട്ടി. OnePlus 11R വാങ്ങിക്കുമ്പോൾ ഞാൻ അവരുടെ OnePlusന്റെ സ്റ്റോർ ആപ്പിൽ നോക്കിയിരുന്നു. അതിൽ പക്ഷേ കുറവായിരുന്നു, ആമസോണിലായിരുന്നു കൂടുതൽ. അപ്പം അങ്ങനെ അത് മാത്രമല്ല, നമുക്ക് ICICI ബാങ്കിന് ക്രെഡിറ്റ് കാർഡിന് ഓഫർ ഉണ്ടെന്ന് 3000 എക്സ്ചേഞ്ച്. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് സാധനം 30,000 രൂപയ്ക്ക് OnePlus 13R കയ്യിൽ കിട്ടിയെന്നാണ് അതിൻ്റെ ഒരു നല്ല കിടിലൻ ഡീൽ എന്നൊക്കെ വേണമെങ്കിൽ സാധനം പറയാട്ടോ. സ്നാപ്ഡ്രാഗൺ 8 Gen 3 ആണ് ഇതിൽ വരുന്നത്. നിങ്ങൾക്ക് അറിയാം 50 8MP മെഗാ ക്യാമറയാണ് വരുന്നത്. നമുക്ക് ആൻഡ്രോയിഡ് 15 വരുന്ന, ഓക്സിജൻ OS 15 വരുന്ന നമ്മുടെ എന്താ പറയുക ഫോണാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇതാണ് ഞാൻ വാൾപേപ്പറും കാര്യങ്ങളൊക്കെ. ഡിസ്പ്ലേ ഒരു രക്ഷയില്ലാടാ, ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. ഇൻബിൽഡായിട്ട് സ്ക്രീൻ ഗാർഡ് വരുന്നുണ്ട്. ഡിസ്പ്ലേ ഒരു രക്ഷയില്ലാത്ത ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ ഇത് 6000 mAh ബാറ്ററി വരുന്നുണ്ട്. ഇതിൽ കുറേ പേര് പറയുന്നത് കാർബൺ സിലിക്കൺ ബാറ്ററിയാണ്, പക്ഷേ കുറേ പേര് പറയുന്നത് ലിഥിയമാണ്. അത് ക്ലാരിഫൈ ആയിട്ടില്ല. ഞാൻ ആക്ച്വലി OnePlusനും ചോദിച്ചിട്ടുണ്ടെന്ന് അവർ മെഡിക്കൽ റിപ്ലൈയും തരുന്നില്ല. പക്ഷേ ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് എനിക്ക് തോന്നുന്ന കാർബൺ സിലിക്കൺ ബാറ്ററിയാണ് തോന്നുന്നത്. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ 6000 mAh ബാറ്ററിക്ക് ഇത്രയും വെയിറ്റ് ഒന്നും പോരാ. പറയുന്നത് ബാക്ക് ഗ്ലാസ് ആണെന്ന് പറയുന്നത്. പക്ഷെ ഇത് നമ്മൾ തൊടുമ്പോൾ ഫീലും കാര്യങ്ങളൊക്കെ അറിയില്ല കേട്ടോ. അത് ഗ്ലാസ് ആണെന്ന് പറയില്ല, വെയിറ്റും ഇല്ല. അപ്പോൾ ശരിക്കും ഇത് പോളികാർബണേറ്റിൻ്റെ ഫീലൊക്കെ തോന്നണം. പക്ഷെ അത് ഗ്ലാസ് തന്നെയാണ്. തട്ടുമ്പോൾ ഗ്ലാസ് പോലെ ഉണ്ട്, പക്ഷെ ഒരു വെയിറ്റും ഇല്ല കേട്ടോ. എന്ത് ഗ്ലാസ്സാണ് നമുക്ക് OnePlus നമ്മുടെ എന്താ പറയുക ഗൊറില്ല ഗ്ലാസ് 7i ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഫ്രണ്ടിലൊക്കെ. അപ്പോൾ ബാക്കിലത്തെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് സാധനം തോന്നുന്നില്ല കേട്ടോ അത് ഗ്ലാസ് ആണെന്ന്. വെയിറ്റ് ഭയങ്കര കുറവാണ്. നമുക്ക് വെയിറ്റ് തീരെ തോന്നുന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ എന്താ പറയുക കേസ് ഒന്നും ഇടാത്തപ്പോൾ സമയത്ത് ഇവർ ഇൻബിൽഡ് തന്ന കേസ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഞാൻ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, സെപ്പറേറ്റ് വേറെ OnePlusന്റെ തന്നെ സ്റ്റാൻഡ് സ്റ്റോൺ കേസ് കൊണ്ട് സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് അത്രയും പോരാ, പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ല. അതുപോലെ സൈഡൊക്കെ കുറച്ച് ലൂസാണ്. പറയുമ്പോൾ അതിന് നമ്മുടെ സ്ക്രീൻ സ്ലിപ്പൊക്കെ വരുന്നുണ്ട്, മുകളിലേക്ക് പൊന്തിയൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും പോരാ. പിന്നെ ഇത് ഒരു പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ ഇൻഹാൻഡ് ഫീൽ കിടിലാണ്. എന്താണെന്ന് വെച്ചാൽ അത് ഫുൾ ഫ്ലാറ്റ് ആക്കിയത് കൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഐഫോൺ പിടിക്കുന്ന ഒരു
ഫീലാണ് നമുക്ക് ഈ സാധനം പിടിക്കുമ്പോൾ വരുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് കിട്ടുന്നുണ്ട്. ഐഫോൺ ആയിട്ടൊക്കെ വലുതാണ്, നമുക്കറിയാലോ. അപ്പോൾ ഡിസ്പ്ലേ ഒന്നും രക്ഷയും പറയില്ല. എന്താ പറയുക, ക്യാമറ വരും മോശമൊന്നും പറയില്ല കേട്ടോ. പക്ഷേ ഒരു 40-45 റേഞ്ചിലുള്ള ഫോണുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ക്യാമറ കുറച്ച് ഡൗൺഗ്രേഡ് തന്നെയാണ്. പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഓൾമോസ്റ്റ് 30 റേഞ്ചിലാണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇനി ചിലപ്പോൾ അത് നമ്മുടെ എന്താ പറയുക, സെൻസേഴ്സും വലിയ മോശമില്ലാത്ത സെൻസേഴ്സൊക്കെയാണ്. പക്ഷേ ഇനിയിപ്പോൾ നമുക്ക് ഇവർക്ക് വേണമെങ്കിൽ നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി ക്യാമറ മെച്ചപ്പെടുത്താവുന്നതാണ്. അത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത് വലിയ മോശം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു ഫോട്ടോ ഞാൻ വേണമെങ്കിൽ ഇൻബിൽഡായിട്ട് ഇപ്പോൾ തന്നെ എടുത്ത് കാണിച്ചു തരാം. വലിയ മോശമൊന്നും പറയില്ല കേട്ടോ ക്യാമറ. ഇതാ കേട്ടോ, ഇതാണ് നിങ്ങൾക്ക് വരുന്ന ക്വാളിറ്റി കിട്ടുന്നത്. നമ്മുടെ ആകെ ഒരു ലൈറ്റ് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ മൂവിങ് ആയി നോക്കുന്നുണ്ട്, കുഴപ്പമില്ല കിട്ടിയിട്ടുണ്ടാവും. അത്യാവശ്യം കുഴപ്പമില്ലാണ്ടാണ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാ ക്വാളിറ്റി നിങ്ങൾക്ക് കാണാം. ഇതിപ്പോൾ ഞാൻ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ചെറിയൊരു ബ്ലർ വന്നിരിക്കുന്നത്. ഞാനങ്ങനെ നമ്മൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. മോശമൊന്നുമില്ല കേട്ടോ, വലിയ കംപ്ലൈൻറ്റ് ഒന്നും പറയില്ല. ചില റിവ്യൂസൊക്കെ ആൻഡ്രോയിഡ് നമ്മുടെ യൂട്യൂബിൽ ഓരോ പൊട്ടത്തരൊക്കെ വിളിച്ച് പറയുന്നത്, പൊട്ടത്തരല്ല എന്താ പറയുക, എനിക്ക് തോന്നുന്നത് ആരെങ്കിലും കാശ് വാങ്ങിച്ചിട്ട് എടുത്ത് പറയുന്നതാണ്. ഭയങ്കര ബോറാന്നൊക്കെയാണ് പറയുന്നത് അവന്മാർ. ബോറെന്നൊന്നും പറയാനില്ല കേട്ടോ, അത് കമ്പാരബിൾ ആണ്. ഞാൻ ആക്ച്വലി ഇതിൻ്റെ നമ്മുടെ OnePlus 15 ആയിട്ട് കമ്പയർ ചെയ്യപ്പോഴും വലിയ മോശമൊന്നുമില്ല, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. പ്രത്യേകിച്ച് ഫോട്ടോ വീഡിയോ ആയാലും. വീഡിയോ ഇതിൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ OnePlusൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റെബിലൈസേഷൻ കുറച്ച് ഇഷ്യൂ ആണ്. ബാക്കി വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നൈറ്റ് മോഡായാലും സ്റ്റെബിലൈസേഷൻ കുറച്ച് ഇഷ്യൂ ആണ് വീഡിയോ എടുക്കുമ്പോൾ. അല്ലാത്ത പക്ഷം വലിയ കുഴപ്പമൊന്നുമില്ല. പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വലിയ കംപ്ലൈൻറ്റ് പറയാനില്ല. അത് നമ്മുടെ OnePlus 13 നോർമൽ നമ്മൾ ഓൾറെഡി 13നെ പറ്റി നിങ്ങളോട് ഇരിക്കുന്നത് കണ്ടായിരിക്കും. 13 നമ്മൾ ഓൾറെഡി ചെയ്തപ്പോഴും അതിൻ്റെ ക്യാമറ കുറച്ച് പ്രോബ്ലം ആണ്. ആക്ച്വലി OnePlus ഈ പ്രാവശ്യം ക്യാമറ വലിയ കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല തോന്നുന്നുണ്ട്. എന്താണ് അപ്പോൾ ഇനിയിപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്ത് കൂടെ ശരിയാക്കുമെന്ന് അറിയില്ല. പറയുമ്പോൾ അതിൽ 50-50 ആയിരുന്നു, അതിൽ 50-58 ആണ് കേട്ടോ. നമുക്ക് ആ ലെഡ് സ്ലൈഡർ വരുന്നുണ്ട്. സ്റ്റോക്ക് ആൻഡ്രോയിഡ് എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് പണ്ട് ഓക്സിജൻ വോയിസ് ഒക്കെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് വരെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് നമ്മുടെ കളർ വോയിസ് ആയിട്ട് എടുത്തല്ലോ. 2-3 ആപ്പുകൾ, ഉടായ്പ ആപ്പുകൾ, ആപ്പിക്സ് എന്ന് സാധനം അത് നമുക്ക് ഡിസേബിൾ ചെയ്യണം. പിന്നെ ബ്രൗസർ, ഇവരുടെ തന്നെ ബ്രൗസർ ഉണ്ട്, അതും ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓൾമോസ്റ്റ് സ്റ്റോക്ക് പോലെ വലിയ പിന്നെ വേറെ പരസ്യങ്ങളും സംഭവങ്ങളൊന്നും വരില്ല. അല്ലാത്ത പക്ഷം നമുക്ക് OnePlusൻ്റെ കമ്മ്യൂണിറ്റി, ക്ലോൺ ഫോണ്, അങ്ങനത്തെ കുറച്ച് ആപ്പുകൾ ഇൻബിൽഡായിട്ട് വരുന്നുണ്ട്. വേറെ സംഭവങ്ങളൊന്നുമില്ല കേട്ടോ. വേറെ ബ്ലോട്ട്വെയർസ് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. വേറെ ഒന്നുമില്ല. നമ്മൾ നോർമലി ഒപ്പോ ഫോണും അതുപോലെ വിവോ ഫോണെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര കുറവാണെന്നൊക്കെ തന്നെ പറയാം ബ്ലോട്ട്വെയർസിന്. പരസ്യം IQൻ്റെയും വിവോൻ്റെ ഒക്കെ മെയിൻ പ്രോബ്ലം ആണ്, ഭയങ്കര പരസ്യം സംഭവമൊക്കെയാണ്. പിന്നെ ഡിസ്പ്ലേ ഒരു രക്ഷയിലൊക്കെ ഇടാൻ ഡിസ്പ്ലേ തന്നെയാണ്. പെർഫോമൻസ് ഒരു രക്ഷയില്ല. ഗെയിമിങ്ങിനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കണ്ണും മുട്ടെടുക്കാം, ഒരു പ്രശ്നമില്ല കേട്ടോ. സുഖമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പോരാത്തതിന് 12 GB വരുന്നുണ്ടല്ലോ. ഞാൻ ആക്ച്വലി ഞാൻ എൻ്റെ എല്ലാ ഫോണുകളിലും ആൻറ്റിവൈറസ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു അമ്പലം കാണുന്നുണ്ടായിരിക്കും. ഇത് കാസ്പർസ്കൈൻ്റെയാണ്. എൻ്റെ കമ്പ്യൂട്ടറിലും വിൻഡോസിലും മാക്കിലും അതുപോലെ തന്നെ iOSലും എല്ലാത്തിലും ഞാൻ ആൻറ്റിവൈറസ് ഉപയോഗിക്കുന്നതാണ്. നമുക്ക് ആമസോണിൽ സുഖമായിട്ട് വാങ്ങിക്കാം. ആൻഡ്രോയിഡിൻ്റെ ഭയങ്കര വില കുറവാണ്, 100 രൂപ 50 രൂപയ്ക്കൊക്കെ നമുക്ക് സുഖമായിട്ട് കിട്ടും. അത് എക്സ്ട്രാ ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ, ഫയർവാൾ, അറ്റ്ലീസ്റ്റ് ഫയർവാൾ പോലെങ്കിലും നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ തരും കേട്ടോ. പിന്നെ ഡിസ്പ്ലേയും കിടലാണ്, പക്ഷേ ഡിസ്പ്ലേ കുറച്ച് താഴെയാണ് കണ്ടു, ഭയങ്കര താഴെ കൊണ്ടുവച്ചിരിക്കുന്നത്. പക്ഷേ എനിക്കത് യൂസ് ടു ആണ്, അതുകൊണ്ട് എനിക്ക് വലിയ പ്രോബ്ലം തോന്നിയില്ല. പിന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ പ്രൈസിന് കിടില്ല എന്ന് തന്നെ നമ്മൾ പറയാം. നിങ്ങൾക്ക് ഇതിൽ പുതിയ നമ്മുടെ എന്താ പറയുക Android 15 വന്നതിൻ്റെ ഭയങ്കര ആനിമേഷനൊക്കെ ഭയങ്കര സ്മൂത്ത് ആയിട്ടുണ്ട്. കുറേ AI ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ നമ്മുടെ സാംസങ്ങിലൊക്കെ വരുന്ന ഈ സംഭവം ഉണ്ട്. സാംസങ്ങിലൊക്കെ വരുന്ന നമ്മുടെ സർക്കിൾ സെർച്ച്, അത് ആൻഡ്രോയിഡിൻ്റെയാണ്. അതൊക്കെ അതിൽ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് മാർച്ച് അപ്ഡേറ്റിലാണ് കിടക്കുന്നുണ്ട്. അപ്പോൾ അപ്ഡേറ്റ് OnePlusൻ്റെ കാര്യത്തിൽ ഭയങ്കര പ്രോംപ്റ്റാണ്. എല്ലാ മാസം നമുക്ക് കറക്റ്റായിട്ട് അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഞാൻ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതാണ് ആൻഡ്രോയിഡ് ഓക്സിജൻ വോയിസ് Android 15 അപ്ഡേറ്റ് മാർച്ചിൽ തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. കുറേ ബഗ് ഫിക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നലെ തന്നെ ഞാൻ വന്നപ്പോൾ തന്നെ ഒരു 2-3 അപ്ഡേറ്റ് ഓൾറെഡി വന്നു കേട്ടോ. ഓൾറെഡി ഇത് 15-ലാണ് വരുന്നത്. അപ്പോൾ മെയിൻ അപ്ഡേറ്റ് ഒന്നും അല്ല, എല്ലാം പാച്ചസും അതുപോലെ തന്നെ സെക്യൂരിറ്റി അപ്ഡേറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കണ്ണും പൂട്ടി എടുക്കാൻ പറ്റുന്ന ഒരു ഫോണാണ് സത്യം പറയാലോ. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഓഫർ വരുന്നുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പോൾ ICICI കാർഡിൻ്റെ ഓഫറൊക്കെ കിട്ടുന്നുണ്ട് 3000 രൂപ. അല്ലാതെ പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയുക ഒരു 37 റേഞ്ചിൽ 37, 38 അല്ലെങ്കിൽ 35 ആ റേഞ്ചിൻ്റെ ഒക്കെ ഈ ഫോൺ കിട്ടുകയാണെങ്കിൽ കിടിലൻ സാധനം തന്നെയാണ്. കണ്ണും പൂട്ടി എടുക്കാറ് ഒരു പ്രോബ്ലം ഇല്ല. ഈ കുറേ വീഡിയോസിൽ പറയുന്ന പോലെ തന്നെ ക്യാമറ ഒന്നും ഭയങ്കര ലോക്കലൊന്നും ക്യാമറ തന്നെ പറയാൻ പറ്റില്ല. നമ്മൾ സെപ്പറേറ്റ് വേണമെങ്കിൽ ഒരു കുറച്ച് കാലം യൂസ് ചെയ്തിട്ട് ഒരു 1 വീക്ക് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ വീഡിയോ ചെയ്യാം. പക്ഷേ എനിക്ക് ആക്ച്വലി 30 രൂപയ്ക്ക് കിട്ടിയത്. അപ്പോൾ ഇത് കിടിലൻ ഡീൽ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് സ്നാപ്ഡ്രാഗണിൻ്റെ Gen 3 ആണ് വരുന്നത്. അപ്പോൾ ആ റേഞ്ചിലൊക്കെ നമുക്ക് സ്നാപ്ഡ്രാഗൺ Gen 3 നോക്കിക്കഴിഞ്ഞാൽ കണ്ണും മുട്ടി കഴിഞ്ഞ് കിട്ടില്ല. 3S ഒക്കെ കിട്ടുള്ളൂ. എന്താ പറയുക 8S ഒക്കെ നമുക്ക് കിട്ടുള്ളൂ. സ്നാപ്ഡ്രാഗൺ Gen 3 നോർമലി കിട്ടില്ല.
അപ്പോൾ നല്ല കിലർ ഡീൽ തന്നെ പറയാം. പിന്നെ എൻ്റെ ഞാൻ പറഞ്ഞല്ലോ അത് എൻ്റെ പഴയ M-Seriesൻ്റെ ഒരു ഫോണാണ്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പുതിയ ഫോണൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഡീൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത് ആമസോണിലൊക്കെ. അപ്പോൾ ഞാൻ എന്തായാലും വാങ്ങിക്കാനുള്ള നമ്മുടെ ബെസ്റ്റ് ബൈ ലിങ്ക് ആമസോണിൽ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 12 GB 256 GB വാങ്ങിക്കാം, അല്ലെങ്കിൽ 16 GB 512 GB വാങ്ങിക്കാം. അപ്പം രണ്ടായാലും ഈ നല്ല capable ആണ് പ്രൊസസ്സർ. നിങ്ങൾക്ക് അതിനെടുത്ത് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാ പർപ്പസിനും ഉപയോഗിക്കാം, മൾട്ടിപർപ്പസിനും ഗെയിമിങ്ങിനൊക്കെ ഹൈലി റെക്കമെൻഡ് ആണ്. ക്യാമറയ്ക്ക് മാത്രം കുറച്ച് ഇതിൻ്റെ ബാക്കിയെല്ലാം കമ്പയർ ചെയ്യുമ്പോൾ ക്യാമറ കുറച്ച് താഴെയൊന്നും മാത്രമല്ല, ക്യാമറ ബോറാണെന്ന് ഞാൻ പറയില്ല. പിന്നെ നിങ്ങൾ എന്തായാലും സെപ്പറേറ്റ് വേറൊരു കേസ് വാങ്ങിച്ചതായിരിക്കും നല്ല കേട്ടോ. എന്ന് വെച്ചാൽ ഇൻബിൽഡ് കേസ് ഇപ്പോൾ അത്ര പോരാട്ടാ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് മാത്രമേ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ, മനസ്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറാണ് എൻ്റെ പേര് അജയ്. ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മൾ ടെക്കിലും ഫിനാൻസിലും നമ്മൾ എന്താ പറയുക സ്മാർട്ട് ഫോൺ ആർക്കിടെക്ചർ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളിലേക്ക് എന്നെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് ബ്ലോഗിനാണ് ലിങ്ക് നൽകാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട്. അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം, പേജ് ഫുൾ അടിച്ചാൽ മതി. ഡിസ്ക്രിപ്ഷൻ ചെക്ക് ഔട്ട് നോക്കാൻ മറക്കണ്ട. അടുത്ത് കാണാം.